നമസ്കാരം. അപ്പൊ അതെ ഇന്ന് നമ്മള് മീൻ സെറ്റാക്കാൻ പോവാ. നമ്മുടെ പിലോപ്പി മീൻ ചുട്ട് തിന്നാൻ പോവാ. എതിരടി നമ്മുടെ ഇൻഫ്രാണ്ട് കുക്കിൽ നമ്മൾ മീൻ ചുട്ട് സെറ്റാക്കാൻ പോവാ. നേരെ നമുക്ക് മീൻ ചൂടാം. ഓക്കെ, അങ്ങനെ നമ്മളിത് നല്ലൊരു അടിപൊളി പിലോപ്പിനെ പോയി സെറ്റാക്കിട്ടോ. അപ്പൊ പിലോപ്പി മീൻ മേടിക്കാൻ പോയപ്പോ കണ്ടപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങി. സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിപ്പത്തിൽ കിട്ടാൻ ഇപ്പൊ എളുപ്പമല്ല. അപ്പൊ കണ്ട ഉടനെ നമ്മളിത് നല്ല അടിപൊളി ഒരു 3 നോക്കി മേടിച്ചിട്ടു. അപ്പൊ 3 ഏകദേശം 1.25 കിലോ ഉണ്ടായിരുന്നു. സാധനം അവിടെ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു, മുറിച്ചുണ്ടായില്ല. അപ്പൊ നമുക്ക് ഗ്രില്ലടിക്കാനുള്ള കാരണം നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നത്. പിന്നെ അതിലേക്ക് കെമിക്കൽ മസാല ഒന്നും ഞാൻ ചേർത്തില്ല, കാരണം നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കിയപ്പോൾ റെഡിമെയ്ഡ് മസാല ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കൊച്ചിനോടും കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ സാധാ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഒരു കുറച്ച് സാധനം സെറ്റാക്കിയത് ഫ്രിഡ്ജിൽ കയറ്റി. 2 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ നമ്മുടെ സാധനം ഓണാക്കിയത്. അപ്പോൾ നമ്മുടെ കുക്കർ ഓണാക്കി ചൂടായി, നമ്മുടെ മീൻ കയറ്റിയിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം വേവായിട്ടാണ്. അങ്ങനെ പെട്ടെന്നായി, കാരണം ചിക്കൻ്റെ അത്രയ്ക്ക് വേവില്ലാത്ത കാരണം. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് സെറ്റായി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫ്രാറെഡിൽ ഗ്രില്ല് ചെയ്ത 2ാമത്തെ വിഭവമാണ് നമ്മുടെ മീൻ ഫിലോപ്പിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുക. നാരങ്ങ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിഴിയുക, നൈസായിട്ട് പിഴിയുക ഇതിൻ്റെ മുകളിൽ കൂടെ, എന്നിട്ട് വേണം പടക്കാനായിട്ട്. എന്തായാലും ഇൻഫ്രാറെഡ് മേടിച്ചിട്ട് ഗുണമായി, വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പീസ് ഇങ്ങനെ പൊട്ടിച്ചങ്ങ് എടുക്കുക, ഇങ്ങനെ അമ്പ അടിപൊളി ഗ്രിൽഡ് ഫിഷ് സെറ്റ്. മോനേറ്റേ ഒരു കഷ്ണം കഴിക്ക്. എന്ത് സൂപ്പറാ. അപ്പൊ അടിപൊളി.